ശലോമോൻ രാജാവ് താൻ പണിതുയർത്തിയ ആലയത്തിൻ്റെ നടുക്കളത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവം നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടവന്ന് താൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സാലയത്തിൽ വ്യാപരിക്കുവാനിടയായി ആത്മാവിൻ്റെ വലിയ തീ അതിനകത്തിറങ്ങി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങിയതുപോലെ ഈ നിമിഷം ദൈവ സാന്നിധ്യം ഈ ഹോളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതരം തുറന്ന് സ്തുതിച്ചാട്ടെ. അല്പസമയം സ്തുതിച്ചാട്ടെ. കൈകൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ അല്പസമയം നിന്റെ പാദപീഠം ഇരിക്കുന്നു. നല്ല ആരാധന നൽകിയതിന് നന്ദി. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കും. മശിഹായുടെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കൈ ഉയർത്തി ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സഭാവിശ്വാസികളായ പ്രിയപ്പെട്ടവർ, പ്രായമുള്ള പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഗണങ്ങൾ, കുടുംബം, അവരല്പനിമിഷം മുമ്പ് പ്രാർത്ഥിക്കാനായി വന്നു. ദൈവം അവരെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ബിജു കർത്തൃത്വത്തിൻ്റെ ശുശ്രൂഷ പല ഇടങ്ങളിൽ പ്രയോജനമായി നിൽക്കുന്നു. മറ്റ് സഹോദരന്മാർ, ഇവാഞ്ചലിസ്റ്റ് അനീഷ്, തൻ്റെ കുടുംബം, മറ്റുള്ള വത്സല്യ നിധികൾ, ഞങ്ങളുടെ റിജൂഷ് ഇവിടെ ഉണ്ട്. പ്രിയ മകനെ ഓർത്ത് സ്തോത്രം. വളരെ ബഹുമാനമുള്ള പാസ്റ്റർ ഷാജി ഇടുക്കള, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ദീർഘനാളുകളായി സഭയ്ക്കത് പ്രയോജനമായി നിൽക്കുന്നു. ഇന്ന് രാത്രി വലിയ പ്രതീക്ഷയോടായിരിക്കാം അടിയനും കുടുംബം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ നമ്മോട് വ്യക്തമായി ഇടപെട്ടു. 2 വിഷയമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇന്ന് വേറൊരു വിഷയമാണ്, 4 വിഷയമാണ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം, ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവദാസന്മാർ നിരാശപ്പെട്ടു പോകും. അതിൽ എന്തൊക്കെയാണ്? ഇതാണ് വിഷയം. കുറുവാക്യമായി യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 15-ാം വാക്യം. യെശയ്യാവ് 49:15. എടുത്താണ്, ബൈബിളിലും എടുത്താട്ട്. യെശയ്യാവ് 49:15. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മതി. ഈ വേദഭാഗം എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. ഞാൻ ഒന്നുകൂടെ ഭാഗം വായിച്ചാലും. ഒരു സ്ത്രീ തന്റെ ചോദ്യം ചോദിക്കുക, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അടുത്തത്, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അടുത്തത്, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇവിടെ ശ്രദ്ധിച്ചാണ്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? എത്രയോ സ്ത്രീകൾ പ്രസവിച്ചുടനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഏതെങ്കിലും വിഷയത്തിൽ അവരെ നശിപ്പിച്ചു കളയുന്നു. സ്ത്രീജനങ്ങളുടെ വ്യത്യസ്ത അനുഭവങ്ങൾ ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നു, മറന്നു പോകുമോ? പക്ഷെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ദൈവം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം എത്തേണ്ട രംഗം ദൈവം ഉണ്ടാക്കും. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി കിട്ടുന്നില്ല. ദൈവം മറന്നുപോയോ എന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവം ആരെയും മറക്കുന്നവനല്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആളുകൾ സ്നേഹിച്ചവർ മറന്നുപോയി. കരാഗത്തിൽ യോസഫ് കിടന്ന കരാഗത്തിൽ കരകര പ്രമാണിയോട്, അപ്പക്കാരൻ പ്രമാണിയോട് 2 പേരുടെ ദൂത് പറഞ്ഞു. ഒരാളെ രാജാവ് സ്വീകരിക്കും, മറ്റൊരാളെ രാജാവ് ഇല്ലാതാക്കും. ആ ദൂത് അതുപോലെ തന്നെ സംഭവിച്ചു. പനപാത്രവാനോട് പറഞ്ഞു, എന്നെ ഓർക്കണം. ഓർത്തോ? ഇല്ല. നമ്മളെ എത്ര പേര് മറന്നുപോയി. ഓർക്കാമെന്ന് പറഞ്ഞവരെല്ലാം സമയമാകുമ്പോൾ മറന്നുപോയ രംഗങ്ങൾ. കേരളക്കരയിൽ 70-72 ഘട്ടങ്ങളൊക്കെ ഗൾഫിൽ പോയ ആളുകളുണ്ട്. ഒരു 80 വരെയൊക്കെ നല്ല ഒഴുക്കായിരുന്നു. പോകുന്നവർ പറയും, ഞാൻ ഓർക്കാം, വിസ അയച്ചു തരാം,
ദശാംശം അയച്ചുതരാം അന്ന് പറഞ്ഞതല്ല, പിന്നില്ല. അത് പ്രതീക്ഷിച്ച ആളുകൾ ഇരുന്ന കാലഘട്ടമുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇവരും മറന്നാലും മറക്കാത്ത ഒരു പ്രാണപ്രിയൻ. അനുഭവം ഉള്ളവർക്ക് സ്തോത്രം പറയാമോ? കഴിഞ്ഞ കാലങ്ങൾ എത്ര പേർ നമ്മളെ മറന്നുപോയി, പക്ഷേ വിളിച്ചവൻ മറന്നിട്ടില്ല. ഇതാണ് നമ്മുടെ വിഷയം. 4 ദൈവദാസന്മാരുടെ 4 വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് വായിക്കാൻ പോകുക. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 26-ാം വാക്യം. ഉൽപ്പത്തി 42:26. അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. 36-ാം വാക്യം. 36. അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസഫില്ല, ശിമിയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. അടുത്തത്, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. സകലതും എനിക്ക് പ്രതികൂലം എന്ന് പറഞ്ഞു. ഇതാരാ? ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ അഭിഷക്തൻ, ദൈവത്തിന്റെ പ്രഭു. ഈ വ്യക്തി പറയുകയാണ് സകലതും എനിക്ക് പ്രതികൂലം. എടുത്തു പറയുന്നു യോസഫില്ല, ശിമിയോനും കൂടെ കൊണ്ടുപോകുന്നു, ബെന്യാമിനെ കൊണ്ടുപോകുന്നു. ശിമിയോൻ അവിടെ തടവിലായിരിക്കുന്നു. 3 മക്കൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കൂടെ കണക്കെടുത്തുകൊണ്ട് ഭക്തൻ പറയുന്നു സകലതും എനിക്ക് പ്രതികൂലം. രണ്ടാമത്തെ വിഷയം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം. 1 രാജ 19:4. ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു വലിയ മനുഷ്യൻ എലിയാബിനെ കുറിച്ച് ദൈവദാസൻ ഓർപ്പിച്ചു. ദൈവാത്മാവ് എത്രമാത്രം ഇടപെടുന്നു. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ താൻ മരിക്കാൻ ആഗ്രഹിക്കുക. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഈ മനുഷ്യൻ ആരാ? ചെറിയ ആളൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ ദൂത് പറയുവാൻ ദൈവം നിയോഗിച്ചയച്ച ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ നിന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം. അങ്ങനെ പറഞ്ഞാലൊന്നും ചാവുമോ? ദൈവം കൊല്ലുമോ? ചിലരെ പറയും ഇപ്പം ഞാൻ ചാകണം, ഇപ്പം എന്നെ എടുത്തുകൊള്ളണം. നീ 100 വട്ടം പറഞ്ഞാലും നീ ആകത്തില്ല. ചാകാൻ ശ്രമിച്ചാലും നീ ആകത്തില്ല. ചിലരൊക്കെ കെട്ടിയാൽ നീ ആകാൻ പോകുന്നില്ലേ? ചിലർ അബദ്ധത്തിൽ ചത്തുപോകും, ചിലർ കുരുക്ക് മുറുകത്തില്ല. പണ്ടൊരു സ്ത്രീ ചാകാൻ പ്ലാനിട്ടു. 2 ആഴ്ചയോടെ മരിക്കണം അവിടെ ചിന്ത. അവിടെ തോടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബോട്ട് പോകുന്ന വലിയ ആറുണ്ട്. ആ തോട്ടിൽ ആറ്റി ചാടി ചാകാൻ അവൾ തീരുമാനിച്ചു. രാവിലെ 10 മണിക്ക് തന്നെ തീരുമാനമെടുത്തു. അന്മാരം ഒരു വലിയ മഴ, പെരുമഴ പെയ്തു. അവൾ അത് കൂട്ടാക്കാതെ മുറം ചൂടിക്കൊണ്ട് തോട്ടി ചാടാൻ പോകുക. മനസ്സിലായോ? വെള്ളത്തിൽ ചാടാൻ പോകുന്നവർക്ക് മുറം വേണം. ഒത്തിരി ആൾക്കാരുണ്ട്. ഇനി 3-ാമത്തെ വ്യക്തി ആരെന്നാണ് വായിച്ചാട്ട്? ദൈവത്തിന്റെ ദാസനായ പിതാക്കന്മാർ സാധാരണ വിളിച്ചു പറയുന്ന അനേക വ്യക്തികളുണ്ട്. അത് ചില വ്യക്തികളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഓർത്തവർ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങൾ. അതിൽ വലിയൊരു അഗ്രഗണ്യനായ മനുഷ്യനാണ് മോശ. വായിച്ചാട്ട് സംഖ്യ പുസ്തകം 11-ാം അധ്യായം 15-16. സംഖ്യ 11, 14, 15, 16 ഈ 3 വാക്യങ്ങൾ വായിക്കുക. ഏകനായി ഈ സർവ്വജനത്തെയും വഹിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്,
ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും. ഇവിടെ മോശ പറയുകയാണ്, എന്നെ എന്ത് ചെയ്യണം? നീ കൊന്നുകളയണം. അതിന്റെ പിമ്പിൽ ഒരു വലിയ പശ്ചാത്തലം ഒളിഞ്ഞുകിടപ്പുണ്ട്. അടുത്തത് 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 27:1-2 വാക്യങ്ങൾ. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. മതി. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ദൈവം ഒരു കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചവരാണ്. ദൈവത്തിന്റെ കയ്യിലെ നക്ഷത്രങ്ങൾ പോലെ വിളങ്ങിയവരാണ്. ഇവിടെ യാക്കോബ് പറഞ്ഞ ആ പദമാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പേരുള്ള മകനായ യാക്കോബ് പറയുകയാണ്, സകലതും എനിക്ക് പ്രതികൂലം. ഈ പറഞ്ഞ വ്യക്തി ആരെന്നറിയാമോ? സ്വന്തം ജ്യേഷ്ഠനെ കളിപ്പിച്ചവൻ. ചുവന്ന പായസം ഒരുക്കി ഓരോരുത്തരുടെ ഭക്ഷണ രീതി അവരവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. എന്തിനാ യാക്കോബ് ഈ ചുവന്ന പായസം ഒരുക്കിയത്? ഏശാവിന് എപ്പോഴും ഇഷ്ടമുള്ളതാണ് ഈ പായസം. പിശാചിനറിയാം നിന്നെ ഏത് വിഷയം ഇട്ടാൽ നീ വീഴും, അത് പിശാചിനറിയാം. ചിലക്ക് കള്ളുകൂടിയാണെങ്കിൽ അവസരം കിട്ടുമ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഷാപ്പിലേക്ക് കൊണ്ടുപോകും. ഈ കഴിഞ്ഞിടയ്ക്ക് കള്ളുകൂടിയാൻ മാനസാന്തരപ്പെട്ടു, വലിയ ചട്ടമ്പിയായിരുന്നു. അദ്ദേഹത്തെ സ്ഥാനത്തിലേക്ക് ഇറക്കി, വലിയ സന്തോഷമായി. അദ്ദേഹത്തെ പരസ്യയോഗത്തിൽ സാക്ഷി പറയാനായിട്ട് സഭാപാസും സഭയും വേറെ ലോക്കൽ സഭകളൊക്കെ തീരുമാനിച്ച് അതിന് ഈ പ്രാപ്തരായ ആളുകളെ പരിശോധത്തിന് പോകാനായിട്ട് സെൻട്രൽ സഭയിൽ വന്നു. സെൻട്രൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇറങ്ങി. അപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, നമ്മൾ ഇന്നിൻ്റെ സ്ഥലത്തൂടെ പോകുന്നത്. ഓരോ നമ്മുടെ കടി ഉപേക്ഷിച്ച മനുഷ്യൻ, കള്ളുകൂടി വേണ്ടെന്ന് വെച്ച മനുഷ്യൻ പറഞ്ഞു, സെൻട്രൽ പാസ്റ്റർ എനിക്കൊരു സഹായം ചെയ്യണം, നമ്മൾ അതുവഴിയല്ലേ പോകുന്നത്. ആ പോകുന്നിടത്ത് ഒരു ഷാപ്പുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൈക്കൊന്ന് പിടിച്ചേക്കണം. ഞാൻ അറിയാതെ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. എത്ര നാളിങ്ങനെ പിടിക്കണം? പുള്ളിയെ അലട്ടുന്നൊരു ബലഹീന സ്വഭാവമാണത്. ഇല്ല, ബലഹീന സ്വഭാവമില്ല. ആ ബലഹീനത മനസ്സിലാക്കി പിശാച് മുതലെടുക്കും. ഇവിടെ ഏശാവിന്റെ ബലഹീനത പായസമായിരുന്നു. ആ പായസം തന്നെ ഒരുക്കി ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് കൗശലമായിരുന്നു യാക്കോബ് ഒരുക്കിയത്. അപ്പോൾ പേരൊക്കെ വിശ്വാസിയാണ്, നല്ല പേരൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? കൗശലമുണ്ടോ? അതങ്ങ് വിഴുങ്ങുക. ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവിടെ കൗശലം ചേർക്കും. ഇവിടെ അനുഗ്രഹം തട്ടിയെടുക്കാൻ യാക്കോബ് എടുത്തൊരു പ്രയോഗമായിരുന്നു കൗശലം. പായസത്തിലൂടെ അത് വിജയിച്ചു. രണ്ടാമത്തെ തന്ത്രം അപ്പനായ ഇസഹാക്കിലൂടെ ഏശാവ് അനുഗ്രഹിക്കപ്പെടുന്നു. ഏശാവിനെ അനുഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അമ്മ അവന് സപ്പോർട്ട് ചെയ്തു യാക്കോബിന്. യാക്കോബ് കൂടാരവാസി, ഏശാവ് വനസഞ്ചാരി, വേട്ടയിൽ സമർത്ഥൻ. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. നല്ല ആഗ്രഹം. നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്ത് തരിക, തിന്നിട്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. ചാകാനായി കിടക്കുക. അപ്പോഴും ഇറച്ചിക്കൊതി മാറാത്ത. അത് എവിടുത്തെ ഇറച്ചി? ആ കാട്ടിൽ. എന്തൊക്കെയറിയാമോ? വീട്ടിലെ ഇറച്ചിയേക്കാളും ആഹാരത്തേക്കാൾ ഇഷ്ടമേതാണ് ഹോട്ടലിലെ തട്ടുകടയിലെ. അവിടുത്തെ ആഹാരം എന്തൊരു വർണ്ണനമാണ്, എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? 100 പേര് കുടിച്ച ഗ്ലാസ് ഇങ്ങനെ വെച്ച് തരും, അത് കുടിക്കുകയാണ്. അത് കുടിക്കാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി വീട്ടിലെ ചായ കുടിക്കത്തില്ല, ആ ചായക്കട ചായ കുടിക്കും.
അവിടെ ഒരു അരമണിക്കൂർ പുള്ളി ഇരിക്കും. ആൾക്കാർ പോകുന്നതെല്ലാം കാണും. 4 മണിക്കൊന്ന് പോലെ വരും. അവിടുന്ന് ചായയും വടയും കഴിച്ചാണ് ഇരിക്കും. മരിക്കുന്ന വരെ പുള്ളി അങ്ങനെയായിരുന്നു. ചില രീതിയാണ്. വീട്ടിലെ ചായക്കാൾ ആഹാരത്തേക്കാൾ ഇങ്ങനെയുള്ള ആഹാരത്തോടാണ് പലർക്കും താല്പര്യം. പോകട്ടെ. ഇവിടെ ഏശാവ് വേട്ടപേടി സമയം കൃത്യസമയത്ത് കിട്ടുമെന്ന് ആർക്കത്തില്ല. പക്ഷെ അതിനു മുമ്പേ ഏശാവ് ആകുന്ന ശ്രമിച്ചു അനുഗ്രഹം പ്രാപിക്കാൻ. പക്ഷേ യാക്കോബ് തൻ്റെ മാതാവുമായി ഒത്തുചേർന്ന് പെട്ടെന്ന് അതേ ആഹാരം ഒരുക്കി, വേട്ടയിറച്ചി ഒരുക്കി അപ്പൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, അപ്പ ഇത് ഭക്ഷിച്ചാട്ടെ എന്ന് പറയുമ്പോൾ സ്വരം കേട്ടപ്പോൾ തന്നെ ഇസഹാക്കിന് മനസ്സിലായി ഇത് യാക്കോബിന്റെ സ്വരമാണ്. ഓർത്തോണം, നമ്മുടെ സ്വരം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നമ്മുടെ സ്വരം അറിയാം. പ്രത്യേകിച്ച് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. സഭക്കാർക്കും അറിയാം. പാസ്റ്ററെ, ഷായി പാസ്റ്ററുടെ സ്വരം കേട്ടറിയത്തില്ലേ? എൻ്റെ സ്വരം എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു 15 വർഷം മുമ്പ് ഡൽഹിക്ക് അടുത്തൊരു സ്ഥലത്ത് പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് എയർപോർട്ട്. അവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വരാൻ അല്പം താമസമുണ്ട്. അപ്പം എൻ്റെ കൂടെ വന്ന 3 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിൽ ഒരു വിശ്വാസി താമസമുണ്ട്. 80-ൽ വെച്ച് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വാർത്തയോട് സൂക്ഷിച്ചിട്ടുണ്ട്. PMG എന്ന് പറയുന്ന സ്വതന്ത്ര സഭയിലെ ഒരു മെമ്പറും സുവിശേഷകൻ കൂടെയാണ്. അദ്ദേഹം ജോലിയും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 20 വർഷത്തോളമായി. ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ അല്പം ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ശബ്ദം തിരിച്ചറിഞ്ഞത് തലമുടി കുഞ്ഞിൻ്റെ ഭാഷയാണല്ലോ. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്ന് റോഡ് ക്രോസ് ചെയ്ത്, എനിക്കാദ്യം മനസ്സിലായില്ല. സ്ട്രീറ്റ് ഉണ്ടെങ്കിലും വെളിച്ചം വളരെ കുറവായിരുന്നു. എന്നെ മനസ്സിലാ പറഞ്ഞ അറിയത്തില്ല. ഞാൻ അടൂർ ഇന്നടത്തെ വിശ്വാസിയാണ്, എൻ്റെ പേര് ഇതാണ്. എങ്ങനെ ഇവിടെ വരാൻ കാര്യം, നമ്മുടെ പ്രോഗ്രാമിന് വന്നത് എന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ നമ്മുടെ ബാൽക്കണി നിൽക്കുമ്പോൾ പാസ്റ്ററുടെ സ്വരം എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. 20 വർഷത്തിന് ശേഷം എൻ്റെ ശബ്ദം അദ്ദേഹം മറന്നില്ല എന്നുള്ളൊരു ഭാഗം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രകൃതി അറിയാവുന്ന ഒരുവൻ ഈ ഹോളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാളറിയാവുന്നവൻ, നമ്മുടെ നിലവറിയാവുന്നവൻ, ഇരിപ്പും കിടപ്പും അറിയാവുന്നവൻ, നമ്മെ നന്നായി അറിയുന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിന്റെ സ്വരം ബോധ്യമായി. പക്ഷെ അവരെ സ്പർശിക്കാൻ തുടങ്ങിയപ്പോൾ യേശാവിന്റെ ശരീര പ്രകൃതി കണ്ണടച്ചവരെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി പറയട്ടെ, 2 അനുഗ്രഹം അതേ യേശാവിൽ നിന്നും പോയി 2 അനുഗ്രഹം നഷ്ടപ്പെട്ട യേശാവ് പറഞ്ഞത്, ഞാൻ എൻ്റെ അനുജനായ യാക്കോബിനെ കൊന്നുകളയും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് എന്ത് ലഭിച്ചു? ദൈവത്താൽ ലഭിക്കാത്ത അനുഗ്രഹം ഒരിക്കലും ശുഭമാകത്തില്ല. നീ സൂത്ര വഴിയിലൂടെ, കുറുക്കു വഴിയിലൂടെ, എളുപ്പ വഴിയിലൂടെ അനുഗ്രഹത്തെ നീ ശ്രമിച്ചാൽ അനുഗ്രഹം കിട്ടും. ഒരിക്കലും നിനക്ക് ശുഭമാകത്തില്ല. ദൈവം അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ ദൈവം ചിലരെ അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥനയിൽ കുഞ്ഞുകുട്ടി ആബാലവൃത്തം വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉറക്കെ സ്തുതിച്ചാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. അനുഗ്രഹത്തിന് അധിപതിയായ കർത്താവിനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശാവിനെ ഭയന്ന് തന്റെ സ്വവീട്ടിൽ നിന്ന് യാക്കോബ് ഓടുന്ന രംഗം ഏതോ മനുഷ്യനെ പിടിച്ചു കുലുക്കും. ആ ഓട്ടം ഒരു ഭയത്തോടുള്ള ഓട്ടമാണ്. ഏതു നിമിഷവും യേശാവിന്റെ കയ്യിൽ അകപ്പെട്ടാൽ ജീവൻ പൊയ്പോകുന്ന മണിക്കൂറുകൾ അത് മുൻപിൽ കണ്ടപ്പോൾ മാതാപിതാക്കൾ അവനെ തള്ളിവിടുകയോ, പൊയ്ക്കോ എൻ്റെ സഹോദരനായ ആരാമനായ ലാബാന്റെ വീട്ടിൽ. ആ ഓട്ടത്തിൽ സൂര്യൻ അസ്തമിച്ചു. ഇനി ഒരു ചുവട് മുൻപോട്ട് വയ്ക്കാൻ നിർവാഹമില്ല. അങ്ങനെ ആ രാത്രിയിൽ യാഗാബ മരുഭൂമിയിൽ തനിക്കൊരു കല്ല് കണ്ടു. ആ കല്ല് തലണയായി വയ്ക്കുന്നു. അന്ന് രാത്രി സുഖമായ ഉറക്കം. എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഏകാമ്പ മരുഭൂമിയിൽ
കാട്ടുമൃഗങ്ങളോ ഏതെങ്കിലും ഇഴജന്തുക്കളോ എന്തെങ്കിലും വന്ന് ആക്രമിക്കാം. ഇതൊന്നും യാക്കോബിന് വിഷയമല്ല. ഒറ്റ കിടപ്പിൽ താൻ ഉറങ്ങി. തന്നെ ഭയം അലട്ടുമായിരിക്കാം, ആരുമില്ല തന്നെ രക്ഷിപ്പാൻ സഹായിപ്പാൻ. പക്ഷെ ആരുമില്ലെങ്കിലും ഒരുവൻ മോളിലുണ്ട്. ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ടവനായ യാക്കോബെങ്കിൽ നിന്നെ കരുതുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. യാക്കോബിന് വേണ്ടി ദൈവം കരുതി. അന്ന് രാത്രി സ്വർഗം തുറന്നു. വീട്ടിൽ കാണാത്തൊരു സ്വർഗീയ സാന്നിധ്യം, ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു സാന്നിധ്യം ഈ രാത്രിയിലെ മീറ്റിംഗിൽ നാം അനുഭവിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? ഒരു ദൈവ സാന്നിധ്യം എനിക്ക് വേണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആ ഏകാന്ത മരുഭൂമി രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് യാക്കോബിനെ ദൈവം നിറയ്ക്കുകയാണ്. ഇവ രാവിലെ ഉറക്കമുണർന്നു. ആ കിടക്കയിൽ വെച്ച് ദൈവം പല കാര്യങ്ങൾ സംസാരിച്ചു. താൻ സ്വപ്നം പോലെ അത് കേട്ടു. ഞാൻ ആരാണ്? അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് അനേകം വാഗ്ദത്ത ദൂതുകൾ ആ സമയം അവനെ കൈമാറി. താൻ ഉറക്കം ഉണർന്നപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ദൈവം ഉണ്ടോ സത്യം, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ യാക്കോബ് ഒരു തീരുമാനത്തിലെത്തി. ആ കല്ല് തൂണായി നാട്ടി അതിൽ എണ്ണ ഒഴിക്കുകയാണ്. എവിടുന്ന എണ്ണ? എവിടുന്ന എണ്ണ? വീട്ടിൽ നിന്ന് ഓടിയപ്പോൾ എണ്ണയുടെ കരുതിയാണ് വന്നത്. ആരാധിക്കുന്നവൻ എവിടെ പോയാലും ആരാധിക്കും. സ്തോത്രം പറയുന്നവൻ എവിടെ പോയാലും സ്തോത്രം പറയും. അവൻ എണ്ണയുടെ കരുതിയാണ് ആ ഓട്ടത്തിൽ അവൻ ഇറങ്ങി തിരിച്ചത്. ദൈവത്തിന്റെ പ്ലാനുള്ള ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. എന്നെ ചിന്തിപ്പിച്ചൊരു മർമ്മം പറയട്ടെ. അവനൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? അവൻ 5 കാര്യം ദൈവത്തോട് പറഞ്ഞു. നീ എനിക്ക് 5 കാര്യം ചെയ്താൽ ഞാൻ നിനക്ക് 3 കാര്യം ചെയ്യും. അപ്പൊ ദൈവത്തിന് കാര്യം ചെയ്യണം പറഞ്ഞാട്ട് ദൈവത്തിനോ അവന്റെ സൂത്രം നോക്ക്. ഈ ഗതിയിൽ വന്നിട്ടും അവന്റെ കയ്യിൽ ഇച്ചിരി സൂത്രമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളൊക്കെ സൂത്രം പറയുന്നവരാണെങ്കിലും ചില വിഷയത്തിലൊക്കെ ചെറിയ ചെറിയ സൂത്രം പ്രയോഗിക്കും. യാക്കോബിന്റെ സൂത്രം നോക്ക്. എനിക്ക് ദൈവം 5 കാര്യം ചെയ്യണം, ഞാൻ നിനക്ക് 3 കാര്യം ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പോയി ദൂരെ വെച്ച് കണ്ടു അമ്മാച്ചൻ ലാബാൻ അവിടെ നിൽക്കുന്നു. ബെതുവേൽ അവിടെ അപ്പുറത്തുണ്ട്. ലാബാന്റെ 2 പെൺമക്കൾ അവിടെ ആടുകളെ മേയ്ക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് യാക്കോബ് അവരുടെ അടുക്കലേക്ക് എത്തുന്നത്. യാക്കോബിനെ കണ്ട ഉടനെ ലാബാന് മനസ്സിലായി, ഇതെന്റെ ഇന്ന വ്യക്തിയാണ്, അസ്ഥി അസ്ഥിയും മാംസവും മാംസമാണ്. അവനോട് പറയുന്നത്, നീ എൻ്റെ കൂടെ ചില ആഴ്ചകൾ മാസങ്ങൾ താമസിക്കും. ഇത് പറഞ്ഞു കഴിയുകയും ബന്ധം വേഗം അവിടെ ആഴത്തിലേക്ക് ഇറങ്ങി. ഞാൻ പറയട്ടെ, 20 വർഷം അമ്മാച്ചന്റെ വീട്ടിൽ പാർത്ത യാക്കോബിന് അന്ന് ബെതേലിൽ അല്ല ലൂസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളും തീരുമാനമെല്ലാം ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നുപോയി. ഓർത്തോണം, സാഹചര്യങ്ങൾ നിനക്ക് വ്യത്യാസപ്പെടുമ്പോൾ, വിശാലമായ അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ നീ ദൈവത്തോടെടുത്ത തീരുമാനം മറക്കരുത്, ഉടമ്പടികൾ മറക്കരുത്. യാക്കോബ് ആ തീരുമാനമെല്ലാം പാടെ മറക്കത്തക്ക അന്തരീക്ഷമാണ് അവിടെ ഉളവായത്. ഓർത്തോണം, ദൈവസേന എടുത്ത തീരുമാനത്തിന് കോട്ടം വരുന്ന വിഷയങ്ങൾ നീ ആയിരിക്കുന്ന ഇടത്ത് സംഭവിക്കും. യാക്കോബിന്റെ രീതി മാറി, സ്വഭാവം മാറി. ഭാര്യമാരെ സ്നേഹിക്കണം, സേവിക്കണം. നോക്കുക, 14 വർഷങ്ങൾ ഇവ കണ്ണടച്ചു തുറക്കുന്നത് പോലെ തോന്നി. ബാക്കിയുള്ള വർഷം തന്റെ അമ്മാച്ചന്റെ ആടുകളെ മേയിച്ചു. 20 വർഷം ഇത് വേഗത്തിൽ അവസാനിച്ചു. ഈ 20 വർഷത്തിൽ ഞാൻ വേദപുസ്തകം അരിച്ചു പെറുക്കി നോക്കിയിട്ടു ബേതേലിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവം
ആ വീട്ടിൽ പങ്കുവച്ചില്ല. അവന്റെ ആത്മീകൻ എത്രമാത്രം പോയി. അവിടെ നടന്ന ഒരു സംഭവങ്ങളും ആരോടും പങ്കുവച്ചില്ല. പങ്കുവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്വാധീനത ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ ഉളവായി. ഓർത്തോടൊമ്പിന്റെ തീരുമാനത്തെ, സമർപ്പണത്തെ, പവിത്രയെ മറിച്ചു കളയുന്ന, ഒതുക്കി കളയുന്ന, വിഴുങ്ങിക്കളയുന്ന പല സാഹചര്യങ്ങൾ ചില ഇടത്ത് തലപൊക്കി വരും. ആ ശക്തിയുടെ മുമ്പിൽ നീ തളർന്നു പോകരുത്, വഴങ്ങി പോകരുത്, മയങ്ങി പോകരുത്. ബഥേലിന്റെ അനുഭവം എന്തിയെ? ബഥേലിൽ വെച്ചെടുത്ത തീരുമാനം എന്തിയെ? ആ ഉടമ്പടി എന്തിയെ? എല്ലാം മറന്നുപോയി. പക്ഷെ ഇവൻ മറന്നാലും ദൈവം മറക്കത്തില്ല. നീ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായി അവിടെ നിൽക്കും. ഇവനെ ദൈവം ഇളക്കാൻ പരിപാടിയിട്ടു. അർത്ഥോളം ഒരുവനെ ഇളക്കാൻ ദൈവം പല മാർഗം ഒരുക്കി. അതിലൊരു മാർഗമായിരുന്നു അമ്മാച്ചന്റെ മുഖഭാവം മാറി. എല്ലാവരുടെ മുഖം ഒരുപോലെ ഇരിക്കുമോ? എല്ലാവർക്കും രണ്ട് മുഖമുണ്ട്. രണ്ട് മുഖം. എന്താ രണ്ട് മുഖം? ഞായറാഴ്ച ഒരു മുഖം, തിങ്കളാഴ്ച വേറൊരു മുഖം. നിങ്ങൾ എന്നും ഒരു മുഖത്തോടാണോ? മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വേറൊരു മുഖം, സഭാകളിൽ വരുമ്പോൾ മറ്റൊരു മുഖം. ഇവിടെ യാക്കോബിന്റെ മുഖഭാവം മാറി. 20 വർഷം മുമ്പ് കണ്ട മുഖമല്ല. പെട്ടെന്ന് ചില ദിവസങ്ങൾക്കുള്ളിൽ മുഖത്തിന് ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഓർത്തോണം, ഇത് ദൈവത്തിന്റെ സംരക്ഷണമാണ്. ദൈവം ഇടപെടാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കാൻ അല്പം താമസം നേരിട്ടു. ചില വിഷയങ്ങൾ ഗ്രഹിക്കാൻ ചില കാലതാമസം വരും. ദൈവ ഇടപെടലിന്റെ ആഴമറിയുവാൻ അല്പം താമസം വരും. താമസം നേരിട്ടാലും ദൈവത്തിന്റെ ദാസനെ ദൈവം അധികം നാൾ അവിടെ പാർപ്പിക്കത്തില്ല. അധികം നാൾ യാക്കോബേ അവിടെ കഴിയുവാൻ ദൈവം ഇടവരുത്തത്തില്ല. 2, അമ്മാച്ചന്മാർ ഇല്ലെങ്കിൽ ലാബാന്റെ പുത്രന്മാർ യാക്കോബിനെ ദുഷിക്കാൻ തുടങ്ങി, പരദൂഷണം പറയാൻ തുടങ്ങി. ഞങ്ങളുടെ അപ്പച്ചന്റെ മുതലൊക്കെ യാക്കോബ് ചതിയിലൂടെ എടുത്തെന്ന് പറഞ്ഞ് അവർ കുറ്റം പറയാൻ തുടങ്ങി. ഇതെല്ലാം യാക്കോബിന്റെ കാതിൽ കേൾക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എന്റെ താമസം ഇവിടെ അവസാനിച്ചിരിക്കുകയാ, ഇനി ബേബേലിലേക്ക് പോകണം. സാഗരങ്ങളുടെ വെളിച്ചത്തിൽ അതേ നമ്മുടെ തീരുമാനത്തിന് കോട്ടം വരരുത്. യാക്കോബിന്റെ തീരുമാനത്തിന് കോട്ടം വന്നു. 20 വർഷം കൊണ്ട് പലതും നേടി. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം ആത്മീകമാണ്. ദൈവത്തിന് വിഷയം ദർശനമാണ്. ദൈവത്തിന് വിഷയം ഉടമ്പടിയാണ്. ദൈവത്തിന് വിഷയം ദൈവത്തിന്റെ പ്രമാണമാണ്. ആ യാക്കോബ് ഈ 2 വിഷയം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ദൈവത്തിന് സമയമായെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം നേരിട്ടിടപെട്ടു. യാക്കോബേ, നീ ബേബേലിലേക്ക് പോകുക. ആ യാക്കോബ് ഇറങ്ങി തിരിച്ചു. പിന്നത്തേതിൽ യേശുവുമായുള്ള ബന്ധം, യാബോക്ക് കടവിൽ വെച്ചവന്റെ പേര് മാറുന്നു. ഇതെല്ലാം സംഭവിച്ച യാക്കോബിന്റെ ജീവിതത്തിൽ ചില നാഴികക്കല്ല് എന്ന് വേണം എടുത്തു പറയാൻ. ആ നാഴികക്കല്ലിൽ യാക്കോബിന്റെ അതൊരു മകൻ യോസഫ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. യാക്കോബ് പാർത്ത കനാൻ ദേശത്ത് കടുത്ത ക്ഷാമം വന്ന് പിടികൂടി. അങ്ങനെ രക്ഷപ്പെടാൻ മാർഗമില്ലാതിരിക്കും ഒരു വാർത്ത കേൾക്കാം. മിസ്രൈമിൽ ധാന്യമുണ്ട്, നിങ്ങൾ തമ്മി തമ്മി നോക്കി നിൽക്കുന്നത് എന്ത്? അവിടെ ചെന്ന് ധാന്യം വാങ്ങുവാൻ യാക്കോബ് പുത്രന്മാരെ അയക്കുമ്പോൾ ഒരുവനെ മാത്രം വീട്ടിൽ നിർത്തി. അതാരാ? ബെന്യാമിനെ വീട്ടിലാക്കിയിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും അയച്ചു. ദീർഘദൂര യാത്രയിൽ, ആ യാത്രയിൽ അവർ ഇതുവരെ ചെല്ലാത്തൊരു സ്ഥലത്തേക്കുള്ള യാത്ര, വിദൂര യാത്ര ചെയ്ത് ആ ഇടത്തെത്തി. യോസഫിന്റെ മുൻപിൽ അവരെ എത്തിച്ചേർന്നത്. യോസഫ് എല്ലാവരെയും കണ്ട ഉടനെ മനസ്സിലായി. ഇവർക്കത് മനസ്സിലായില്ല. അവർ വിചാരിച്ച അവരുടെ സഹോദരൻ എവിടെയോ ഒളിഞ്ഞ് ഏതെങ്കിലും ഭാഗത്ത് അടിഞ്ഞ് ഇല്ലാതായി കാണുമെന്ന ചിന്തയാണെങ്കിലും
ദൈവത്തിന് പ്ലാനുള്ള യോസഫിനെ ദൈവം ഉയർത്തി ഉയർത്തി ഒരു വലിയ സിംഹാസനത്തിന്റെ പദവിയിൽ എത്തിച്ചു. ഒരു ദൂതനടുത്തൂടെ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി ഉള്ളവനെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അവനെ പൊട്ടക്കുഴിയിൽ ഇല്ലാതാക്കാൻ നോക്കിയ സഹോദരന്മാർ, അവനെ വിറ്റാൽ അവന്റെ സ്വപ്നം അവസാനിക്കുമെന്ന് കരുതിയ സഹോദരന്മാർ, അവനെ ജയിൽവാസം അടച്ചിട്ടു അവന്റെ സ്വപ്നമെല്ലാം തീരുമെന്ന് വിചാരിച്ചവർ, കാരാഗത്തുനിന്ന് പെട്ടെന്നൊരു പ്രമോഷൻ, ധനകാര്യ വകുപ്പ് മന്ത്രിയായി ദൈവനെ ഉയർത്തി. ആ യോസഫ് ക്ഷാമമുള്ള ദേശക്കാർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കുമ്പോൾ സഹോദരന്മാർ വന്ന് യോസഫിന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീഴുന്നു. ആ രംഗമാണ് യോസഫിനെ പിടിച്ചു കുലുക്കിയത്. അമ്മ യോസഫ് 2 സ്വപ്നം കണ്ടപ്പോൾ സഹോദരന്മാരെ അറിയിച്ചപ്പോൾ അവർ വ്യാഖ്യാനിച്ച രീതി നോക്കൂ. നീ ഞങ്ങൾക്ക് രാജാവാകുമോ? ഞങ്ങൾ എല്ലാവരും വന്ന് നമസ്കരിക്കുമോ? അപ്പന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യോസഫിന്റെ സ്വപ്നം. ദൈവത്തിന്റെ പൈതല്, പലതും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിലും സമയമാകുമ്പോൾ അവന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. യോസഫിന് അറിയാം സമയമായിട്ടില്ല, സമയമാകുമ്പോൾ കാണാം. ഈ സഹോദരന്മാർ വന്നവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണപ്പോൾ സൂര്യനും നക്ഷത്രങ്ങൾ തന്നെ നമസ്കരിക്കുന്നു, കറ്റകൾ വന്ന് വീഴുന്ന നമസ്കരിക്കുന്നു. ഈ സ്വപ്നമെല്ലാം യോസഫിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. യോസഫ് കഠിനമായ വാക്കാ പറഞ്ഞത്. ആ ഭാഗം നമുക്കറിയാം. യോസഫ് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാർ? നിങ്ങൾ ആരുടെ മക്കൾ? എന്തിനാ വന്നത്? അവർ വളരെ ഭയത്തോട് മറുപടി, യജമാനനെ. ഇതാ യജമാനനെ. നേരത്തെ വിളിച്ചത് എന്തായിരുന്നു? സോമനക്കാരൻ. അദ്ദേഹം ഒക്കെ സംബോധന ചെയ്തെങ്കിലും ഇപ്പോൾ വിളിക്കുന്ന പദമെന്ത്? യജമാനനെ. ഞങ്ങൾ ഒരു ദേശക്കാർ, ഒരപ്പന്റെ മക്കൾ, ഒരാളില്ല. ഞങ്ങൾ പരമാർത്ഥികൾ. ഞങ്ങൾ ആഹാരം കൊള്ളാൻ വന്നിരിക്കുകയാണ്. ഇവരുടെ സംസാര ശൈലി കേട്ടപ്പോൾ യോസഫിനൊരു കാര്യം മനസ്സിലായി. ഈ ഗതികേടിൽ വന്നിട്ടും ഇവർ സത്യം മറച്ചു വയ്ക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സത്യം ഒരിക്കലും മറച്ചു വയ്ക്കരുത്. സത്യം ഒരിക്കലും മൂടി വയ്ക്കരുത്. സത്യം ഒരിക്കലും മറിയത്തില്ല. സത്യം സത്യമായി വെളിപ്പെടും. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന്, ഞാൻ ബാക്കി പറഞ്ഞാട്ടെ, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ട് സത്യം നിമിത്തം ദൈവം നമ്മളെ ഉയർത്തും. നിന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഈ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. ഈ 2026 ഏപ്രിൽ മാസം പറയട്ടെ, നിന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ, നീതി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാണ് സത്യത്തിന്റെ മറ്റൊരു മാഹാത്മ്യം. സഹോദരന്മാർക്ക് വേണ്ട ആഹാരം കൊടുക്കുന്നു, ശിമയോനെ ബന്ധിച്ചിടുന്നു, അവർ മടങ്ങി വരുന്നു, കാര്യങ്ങളെല്ലാം അവരെ അപ്പനെ ബോധിപ്പിക്കുന്നു. ഒടുവിൽ ഇവർ സങ്കടങ്ങളെല്ലാം അപ്പനെ പങ്കുവെക്കുമ്പോൾ ഇനിയും കൊണ്ടുപോകേണ്ടത് ആരെയാണ്? ബെന്യാമിനെ കൊണ്ടുപോകണം. ബെന്യാമിനെ കൊടുത്തുവിടാൻ എപ്പം പ്രയാസം. യാക്കോബ് വിടത്തില്ലെന്നുള്ള തീരുമാനത്തിലെത്തി. കൊണ്ടുവന്ന ആഹാരമെല്ലാം തീർന്ന സമയം യാക്കോബ് കൽഗതത്തോട് ഇങ്ങനെ പറയുക, യോസഫില്ല, ശിമയോനില്ല, ബെന്യാമിനെ കൂടെ കൊണ്ടുപോകുന്നു. സകലതും എനിക്ക്. ഇന്ന് രാത്രിയിൽ ഈ പ്രതികൂലത്തെ ദൈവം അനുകൂലമാക്കാൻ പോവുകയാണ്. യാക്കോബേ, ഇപ്പോൾ നീ അഭിമുഖിക്കുന്ന പ്രതികൂലം നിനക്ക് അനുകൂലമാകത്തക്ക തരത്തിൽ ദൈവം പ്രവർത്തിക്കും. അടുത്ത പ്രാവശ്യം ബെന്യാമിനെ കൂടെ കൊണ്ടുപോകുന്നു. ബെന്യാമിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോസഫ് ഗൽഗതത്തോട് ഒരു ചെമ്പകനെഴുതിയ പുസ്തകം വായിച്ചത്, അവിടെ വെച്ച് കരയാൻ, സങ്കടം കടിച്ചമർത്താൻ കഴിയാതെ ഉൾമുറിയിൽ പോയി മണിക്കൂറോളം കരഞ്ഞതാണ്. അല്പം കരച്ചിലല്ല, മണിക്കൂറോളം കരഞ്ഞിട്ടാണ് വീണ്ടും
യോസഫ് വരുന്നത്. ഒടുവിൽ യോസഫ് തന്നെ വെളിപ്പെടുത്തുന്നു, നിങ്ങൾ വിറ്റ യോസഫാണ് ഞാൻ. അവിടെ നെഞ്ചു പിടയാൻ തുടങ്ങി. അവരുടെ നെഞ്ചിന് നേരെ യോസഫ് നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ പാപങ്ങളെല്ലാം അവർ ഓർക്കാൻ തുടങ്ങി. ഒരിക്കൽ വഴിയാത്ര വെച്ച് അവർ പറഞ്ഞു, നമ്മൾ ചെയ്ത പാപം ദൈവം കണ്ടെത്തി. ദൈവത്തില് എത്ര മൂടി വെച്ചാലും കണ്ടെത്തുന്ന ഒരു ദിവസം വിദൂരമല്ല എന്നുള്ളത് ഈ ദൂതിലൂടെ ഇന്ന് രാത്രി വിളിച്ചു പറയുക. ആ യാക്കോബിനെ കയറ്റിക്കൊണ്ടുവരാൻ യോസഫ് രഥമയക്കുന്നു. സഹോദരന്മാർ മടങ്ങി വന്ന് അവർ പറഞ്ഞൊരു പദമുണ്ട്, വായിക്കണ്ട. അവരപ്പോഴും പറയും, അപ്പ യോസഫ് ജീവിച്ചിരിക്കുന്നു. ഇവര് തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, ഇവർ മരിച്ചുപോയി, കാട്ടുമൃഗം അവനെ കടിച്ചു കയറി ചീന്തിപ്പോയി, അവന്റെ അംഗീത എന്ന് പറഞ്ഞവർ അതേ വാ കൊണ്ട് പറയുക, തിരുത്തി പറയുക, യോസഫ് ജീവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിലെ പറയട്ടെ, തിരുത്തി പറയുന്ന ഒരു ദൈവമുണ്ട്, തിരുത്തി പറയിപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ ഭാഗം ന്യായമുള്ളതാണെങ്കിൽ, സത്യമുള്ളതാണെങ്കിൽ, നീ ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. ആ ഭാഗത്തൊരു മറ്റൊരു മർമ്മം കൂടെ പറയട്ടെ. യോസഫിന് യാക്കോബിന് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ആ രഥം കണ്ടു കഴിഞ്ഞപ്പോൾ യാക്കോബിന് എമ്പമില്ലാത്തൊരു ചൈതന്യം. ചിന്തകൻ പറഞ്ഞിരിക്കുമ്പോൾ യാക്കോബ് ആ രഥത്തിൽ ഓടിക്കറിയെന്ന് വളരെ ക്ഷീണവനായി നാളുകൾ കഴിഞ്ഞുകൂടിയ യാക്കോബ് യോസഫിന്റെ വാർത്ത കേട്ടപ്പോൾ, രഥം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ചൈതന്യം മടക്കി ലഭിച്ചു. ആ യാത്രയിൽ നിങ്ങൾ നോക്കിയ മണിക്കൂറുകളുള്ള യാത്രയിൽ യാക്കോബിന്റെ കണ്ണ് മുഴുവനും യോസഫിന്റെ ചിത്രത്തിലായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു. ഫറവോന്റെ അടുക്കൽ കൊണ്ടുപോയി. ഫറവോൻ നോക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നു. ഇവൻ ആരാണ്? ബേബേലിൽ വെച്ച് ദൈവശബ്ദം കേട്ടവൻ. ഇവൻ ആരാണ്? യാബോക്ക് കടവിൽ വെച്ച് പേരും മാറിയവനായ മനുഷ്യൻ, ദൈവത്തിന്റെ പ്രഭു അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന വണ്ണം പറയാൻ ആ പേര് കേട്ട വ്യക്തിത്വം. ഇപ്പോൾ നോക്കിക്കേ, ഫറവോൻ രാജാവ് നോക്കിയപ്പോൾ ഒരു വലിയ മനുഷ്യൻ. ഒട്ടും താമസിച്ചില്ല, യാക്കോബ് ഫറവോന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എങ്ങനെ സാധിക്കും രാജാവിന്റെ തലയിൽ കൈവയ്ക്കാൻ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഇത് സംഭവിച്ചിരിക്കും. നീ ആരെന്നുള്ള ദൈവം തെളിയിക്കും. ഒടുവിൽ ഫറവോൻ ചോദിച്ചു, അങ്ങക്ക് എത്ര വയസ്സായി? യാക്കോബ് പറഞ്ഞത്, എന്റെ പ്രദേശ പ്രയാണം 130 സംവത്സരം. എന്റെ പിതാക്കന്മാരുടെ ആയുസ്സത്തോളം ഞാൻ എത്തിയിട്ടില്ല. എന്റെ ആയുസ് കാലം കഷ്ടവും ക്ലേശമുള്ളതാണെന്ന് പറഞ്ഞ് യാക്കോബ് വീണ്ടും ഫറവോനെ അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ഫറവോന്റെ അടുക്കൽ യോസഫിന്റെ സഹോദരന്മാരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഫറവോൻ പറഞ്ഞു, ഇന്ന ദേശമായ ഗോശേൻ ദേശം യാക്കോബിന്റെ പുത്രന്മാർക്കും യാക്കോബിനും പാർക്കാൻ കൊടുക്ക എന്ന് അവിടെ വായിച്ചതിൽ നല്ല ദേശം. ദൈവ പൈതല്, ദൈവം നിനക്ക് തരുന്നത് നല്ലതേ തരത്തുള്ളൂ. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നല്ല ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിൽ നല്ല നല്ല ചില കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പോകുകയാണ്. നല്ല ദേശമാണ്. അവരെ കുടിപാർപ്പിക്കാൻ ദൈവത്തിന് ഹിതമായത്. ഈ 2026 ദൈവം നിനക്ക് ശ്രേഷ്ഠമായത്, അതേ മേന്മയായത്, അതേ ഉണ്മയായത്, തികവായത്, ഉയർച്ചയായത് തന്ന് ദൈവം നിന്നെ തലമുറയെയും ആവരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കൈയടിച്ച് അല്പസമയം സ്തുതിച്ചാട്ടെ. പോരാ പോരാ. ഹല്ലേലൂയ. കൈയടിച്ച് സ്തുതിച്ചാട്ടെ, കൈയടിച്ച് സ്തുതിച്ചാട്ടെ, കൈയടിച്ച് സ്തുതിക്ക്, കൈയടിച്ച് സ്തുതിക്ക്.
ഹല്ലേലൂയ. യാക്കോബും കുടുംബവും മിസ്രയീം ദേശത്ത്, ഗോശേൻ ദേശത്ത് ദീർഘവർഷങ്ങൾ പാർക്കാൻ ദൈവത്തിന് ഹിതമായെങ്കിൽ ഒരിക്കലും പ്രത്യേക ഘട്ടത്തിൽ സകലം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യരെ ദൈവം കൈവിട്ടില്ല. ആ വലിയ മനുഷ്യനെ ദൈവം അനുകരിച്ചതുപോലെ ഈ ദേശത്ത് ജോലിക്ക് വന്ന പ്രിയപ്പെട്ടവളെ, പ്രിയ സഹോദര, ദൈവം നിന്നെ മാനിക്കാൻ പോകുക, ദൈവം നിന്നെ ആദരിക്കാൻ പോകുക, ദൈവം നിന്നെ ഉയർത്താൻ പോകുക, നിന്നെ സ്ഥിതിക്കൊരു മാറ്റം ദൈവം വരുത്താൻ പോകുകയാണെന്ന് ഈ രാത്രി ആത്മാവിൽ വിലച്ചൂണ്ടി പറയുന്നു. ഇന്നത്തെ സ്ഥിതിയല്ല അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. അല്പസമയം കഴിയട്ടെ, അല്പ ആഴ്ചകൾ കഴിയട്ടെ. നിന്റെ സ്ഥിതിക്ക്, ശരീരസ്ഥിതിക്ക്, കുടുംബ ജീവിതത്തിൽ എല്ലാ നിലയിലും ചില മാറ്റം സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ യാക്കോബിന് സന്തോഷിക്കത്തക്ക തരത്തിൽ ദൈവം മുഖാന്തരം ഒരുക്കിയെങ്കിൽ, രണ്ടാമത്തെ വിഷയം 1 രാജാക്കന്മാർ 19 അധ്യായം 4 വാക്യം. 1 രാജ 19:4. ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒരു സുപ്രഭാതത്തിൽ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ഏലിയാവ്. ഏലിയാവിന്റെ ചരിത്രം അറിയാവുന്ന കുഞ്ഞുകുട്ടി വരെ ഉണ്ട്. അത് 2-3 മർമ്മം പറയട്ടെ. ദൂത് പറയാനായി രാജാവിന്റെ കൊട്ടാരത്തിൽ അയക്കപ്പെട്ട മനുഷ്യൻ. ആ അഭിഷേക്തനെ ചില വർഷങ്ങൾ കെരീബിൽ പാർപ്പിക്കുന്നു. കാക്കയിലൂടെ പോഷിക്കപ്പെടുന്നു. കെരീബ് തോട്ടിലൂടെ വെള്ളം കുടിച്ചു പാർക്കുന്നു. അടുത്തൊരു സന്ദർഭം സാരഫാത്ത വിധവയിലൂടെ ദൈവദാസനെ പരിപാലിക്കപ്പെടുന്നു. 3.5 വർഷം തികയാറായപ്പോൾ ആഹാബും ഏലിയാവും തമ്മിൽ കൂടിക്കാണുന്നു. ഏലിയാവിനെ കണ്ടുടനെ ആഹാബ് ഒരു ചോദ്യം ചോദിച്ചു, ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? കാരണം ഈ മനുഷ്യൻ പറഞ്ഞതിന് ശേഷമാണ് ദേശത്തും മഴയില്ല, മഞ്ഞില്ല, കടുത്ത ക്ഷാമമായി. ഈ പ്രതിസന്ധിക്ക് എല്ലാം കാരണം ആരാണ്? ഏലിയാവാണ്. ആഹാബിന്റെ ഭീഷണത്തിൽ ഈ പ്രശ്നക്കാരനെല്ലാം ഏലിയാവാണ്. ഏലിയാവ് പറഞ്ഞു, ഞാനെല്ലാം നിന്റെ അപ്പനാന്ന് പറഞ്ഞു. നമ്മളായിരുന്നെങ്കിലും ഒഴിഞ്ഞു മാറിയാണ്. നിന്റെ പ്രതിഫലനം അതാണ് യഥാർത്ഥ വ്യാഖ്യാനം. ഏലിയാ പറഞ്ഞു, നമുക്ക് കർമ്മേൽ വെച്ച് കാണാവുന്ന. എവിടെയും ആരാധന വെളിപ്പെടുമ്പോൾ സത്യം പുറത്തു വരും. ആരാധന വെളിപ്പെടുമ്പോൾ ശത്രുവിന്റെ പദ്ധതികൾ പൊളിയും. ഇന്ന് രാത്രി ശത്രുവിന്റെ കൂടി പൊളിയാൻ പോകുക. നിന്റെ ഭവനത്തെ അടക്കി വാഴുന്ന ചില പൈശാചിക ശക്തികൾ അത് തകർന്നടിയുന്ന രാത്രിയാണ് ആത്മാ വിളിച്ചു പറയുക. സ്വത്രം പറയാൻ കഴിയുമോ? സ്വത്രം പറയാൻ കഴിയുമോ? ആരാധന വെളിപ്പെടണം. വീട്ടിൽ ആരാധന വെളിപ്പെടണം. ഹോളിലുള്ള ആരാധനയുള്ള, വീട്ടിൽ ആരാധനയില്ല. വീട്ടിൽ ആരാധിക്കുന്നവർ കൈപൊക്കിയാട്ടെ. ഇല്ല, ആരെ കൈപൊങ്ങത്തിൽ എനിക്കറിയാം. വീട്ടിൽ സഭായകം പോലെ ആരാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. മറുഭാഷ പറഞ്ഞ് ആരാധിക്കണം. പിള്ളേരെല്ലാം കൂടെ ചേർന്ന് കൈയടിച്ച് ആരാധിച്ചാൽ ഒരു ആരാധന തുല്യമായി തീരും. അതായിരുന്നു ആദിമ കാലങ്ങളിലെ ആരാധനയുടെ പ്രത്യേകത. പല വീടുകളിൽ കണ്ടിട്ടുണ്ട്. കാത്തിരിപ്പയോഗം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അവർ വീണ്ടും വീട്ടിൽ നിന്ന് ആരാധിക്കും, അപ്പനും മക്കളെല്ലാം കൂടെ. അത്ര സന്തോഷത്തിന് അനുഭവങ്ങളാണ്. പക്ഷേ ഇന്ന് അത് കേൾക്കാനും കാണാനുമില്ല. ആദ്യകാല അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഏലിയ പറയാണ്, കർമ്മേലിൽ കാണാം. ബാലദൈവമെങ്കിൽ അവനെ ആരാധിക്കട്ടെ, യഥാർത്ഥ ദൈവമെങ്കിൽ അവനെ. ഈ ബാലിന്റെ പ്രവാചകന്മാരെ, അക്ഷര പ്രവാചകന്മാർ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. അവര് പറയണ്ടേ, ഏലിയ പറഞ്ഞപ്പോൾ ബാല ദൈവം, അശേരിയ ദൈവം എന്ന് പറയേണ്ടതിന് പകരം അവരവിടെ മൗനമായിരുന്നു. ഏലിയാന് മനസ്സിലായി, ഇവര് പൊളിയാൻ പോകുക, ശത്രുവിന്റെ പദ്ധതികൾ പൊളിയാൻ പോകുക. ഇന്നലെ വരെ ജയം ഭരിച്ചെന്ന് പറഞ്ഞ ശത്രു പരാജയപ്പെടുന്ന കാഴ്ച നാം കാണാൻ പോകുക. കർമ്മേലിൽ 2 ആരാധന നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം, അതിന് സമീപത്താണ് ആദ്യത്തെ അവസരം കൊടുത്തത്.
സന്ധ്യ വരെ, രാവിലെ മുതൽ ഉച്ച വരെ ബാല എഴുന്നേക്കണമേ എന്ന് പറഞ്ഞ് അവർ അറുത്ത് വേർപിരിച്ച യാഗപീഠത്തിൽ ചുറ്റും നിന്ന് അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഏലിയാവ് അകത്ത് പരിഹസിച്ചുകൊണ്ട്, ഏലിയാവിനറിയാം ദേവൻ ഉത്തരമരുളത്തില്ല, ബാല് സംസാരിക്കത്തില്ല, ഈ ഒരനക്കവുമില്ല. ഏലിയാവ് എരിവ് കൊടുത്തു, അവരെ ചൂടുപിടിപ്പിച്ചു. നിങ്ങളുടെ ദൈവം ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ എവിടെയോ പോയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നുകൂടെ തീക്ഷണത കൂടി, ശരീരം മുറിവേൽപ്പിക്കുന്നു. ഒടുവിൽ ഭോജനയാഗത്തിന് സമയമായപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിങ്ങളുടെ അവസരം തീർന്നു, എൻ്റെ അവസരം. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ആ യാഗപീഠം പണിയാൻ അല്പസമയം വേണ്ടി വന്നു, പക്ഷെ പ്രാർത്ഥനയോ ചുരുക്കം. ശുദ്ധീകരണത്തിന് സമയമെടുത്താലും പ്രാർത്ഥന ചുരുക്കമായിരിക്കണം. നമുക്ക് പ്രത്യേകതയുണ്ട്, ശുദ്ധീകരണമില്ല, പിന്നെ പ്രാർത്ഥന കൂടുതലായിട്ട്. ആദ്യം ഒരു ശുദ്ധീകരണ ശുശ്രൂഷ, കുറെ സമയം ഇരുന്ന് ഏറ്റുപറയണം, കർത്താവേ ക്ഷമിക്കണമേ, കഴുകണമേ എന്ന് പറഞ്ഞൊരു ക്രമീകരണത്തിൽ വന്നാൽ അടുത്ത നിമിഷത്തെ പ്രാർത്ഥന തീ പാറും, തീ കത്തും. ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥന കഴിച്ചതേ ഉള്ളൂ, സ്വർഗത്തിൽ തീ ഇറങ്ങി. ബാലിന്റെ അശേരയുടെ പ്രവാചകന്മാർ നോക്കി നിൽക്കെ സ്വർഗീയ തീ ഇറങ്ങി യാഗം ദഹിച്ചപ്പോൾ അവർ കവണ് വീണു പറഞ്ഞൊരു പദമുണ്ട്, ഇതാണ് സാക്ഷാൽ ദൈവം. ഏലിയാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവരെ പിടിപ്പീൻ, അവരിൽ ആരും പുറത്തു പോകരുത്. ആരാ പിടിക്കേണ്ടത്? ആ ബാലിന്റെ അശയുടെ പ്രവാചകന്മാർ, 800 പ്രവാചകന്മാർ, ഏലിയാവ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ഒറ്റയ്ക്കേ ഉള്ളൂ ഏലിയാവ്. ഇപ്പോൾ ഏലിയാവ് പറയാ, അവരെ പിടിപ്പീൻ. ആരാ വരേണ്ടത്? ഈ കർമ്മേലിൽ തീയിറങ്ങിയപ്പോൾ ഗുഹയ്ക്കകത്തിരുന്ന പ്രവാചക ശിഷ്യന്മാർ, ബാലിനെ പേടിച്ച് ഇസബേലെ പേടിച്ചിരുന്ന പ്രവാചകന്മാർ തീ കത്തിയ യാഗപീഠത്തിലേക്ക് ഓടിയെത്തി. ഇവിടെ തീ ഇറങ്ങിയാൽ ആളുകൾ എരച്ചു വരും. നിങ്ങൾക്കറിയാമോ, പത്തിച്ചറ യോനാച്ചൻ എന്ന് പറഞ്ഞ പ്രവാചകൻ വലിയ അഭിഷേക്തനായിരുന്നു. അദ്ദേഹത്തിന് വിട്ട് ഞാൻ പലപ്പോഴും താമസിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മക്കൾ പാസ്റ്റർമാരുണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം 40 ദിവസം വാസിരിക്കുക, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. 20ാം ദിവസമായപ്പോൾ തന്റെ വീടിന്റെ മുകളിൽ വലിയ അഗ്നികുണ്ഡം ഇങ്ങനെ കത്തുകയാണ്. പന്തളം, കൈപ്പറ്റൂര്, പല പല ദേശത്തുനിന്ന് ആളുകൾ വാഹനത്തിൽ വരിക ഈ തീ കാണാനായി. പക്ഷെ അടുത്ത് വന്നപ്പോൾ അവർക്ക് തീയൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അകത്ത് ഒരു വലിയ പ്രകാശം കത്തുന്നത് കണ്ടു. അവരെല്ലാവരും പറഞ്ഞു, ഇവിടെ ഭക്തൻ ഉപവാസത്തിൽ ഇരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ വലിയ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അനേകർ വന്ന് പിടിവിക്കപ്പെട്ടു, അനേക വ്യാധികൾ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ മൂത്ത മകനോട് പറഞ്ഞു, ഒരു കത്തോലിക്കക്കാരനായ മനുഷ്യൻ രാവിലെ വെളുപ്പിനെ ആറ്റിൽ വല വീശാൻ പോയി. 4 മണിക്ക് ആറ്റിൽ വല വീശി വല ഉടക്കി പുതിയ വലയായിരുന്നു. ആ ഉടക്ക് അഴിക്കാൻ വേണ്ടി വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ വെച്ച് പേടിച്ചു. ഭൂതം കയറി, വലിയ ബഹളമായി. ആഭിചാരത്തിന് പോയി. അവർക്കാർക്ക് ഇയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സിലോം പെന്തക്കോസ്ത് ടീപ്പൻകാരനെ ഓളിക്കൊണ്ടുപോയി ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കാനായി. അദ്ദേഹം ഈ പ്രാർത്ഥിക്കുന്ന മൂപ്പന്മാരുടെ കണ്ണിക്കൊണ്ട് കൈകുത്താൻ തുടങ്ങി, വിരല് കൊണ്ട് കുത്താൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞാൻ കൂടെ പറ്റത്തില്ല. ആരോ പറഞ്ഞു, പത്തിച്ചറ യോനാച്ചനോട് കൈയെല്ലാം പറഞ്ഞു. ഈ മനുഷ്യനെ വീട്ടുകാര് യോനാച്ചനെ കൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. യോനാച്ചൻ മിണ്ടിയില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കൊരു ദോശ വായിച്ചാൽ തന്നാൽ ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്കൊരു ദോശ തന്നാൽ രാവിലെ ഞാൻ സ്ഥലം വിടാമെന്ന് പറഞ്ഞു. ഒരു സഹോദരൻ പറഞ്ഞു, ഒരു ദോശ വായിച്ചു കൊടുത്താലും പറഞ്ഞു. അത് വാങ്ങിച്ച് കഴിച്ചു. 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. അവൻ്റെ ഭൂതം പോയി, എല്ലാം പോയി.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അനുഭവത്തിൽ കട പറയുകയാണ്, ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പൂത വിളകിയാൽ കൃപയുള്ളവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ആരോഗ്യം കൊണ്ടൊന്നും പൂതം പോകത്തില്ല. പണ്ടൊരു സഭയിൽ പൂത വിളകി പാഷന്മാർ ആകെ നോക്കിയിട്ട് ഭൂതം പോകത്തില്ല. ഭൂതം ഇങ്ങനെ ബില്ലടിച്ച് നിൽക്കുക. സ്കെൽറ്റനായൊരു വ്യക്തി 10 പേരുടെ ബലമുണ്ട് ആ ഭൂതം കയറി കഴിഞ്ഞപ്പോൾ. അവരാകുന്ന നോക്കിയിട്ട് ഭൂതം പോകത്തില്ല. അങ്ങിരിക്കുമ്പോൾ സഭാപാസ്റ്റർക്ക് മനസ്സിലായി, പുള്ളി മണക്കാലെ ബൈബിൾ സെമിനാരി പഠിച്ചതാണ്, BD സർട്ടിഫിക്കറ്റ്. അത് അലന്മാരിന്ന് കൊണ്ടുവന്ന് ഈ ഭൂതത്തിന് മുമ്പിൽ ഇങ്ങനെ ആട്ടി. ഒരു ഭൂതം പറഞ്ഞു, ഒത്തിരി സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ആട്ടിയ പിശാച് പോകും. ശുശ്രൂഷ ഉണ്ടെങ്കിൽ അവൻ അലറി ഓടിപ്പോകും. നിന്റെ ശബ്ദം കേട്ടാൽ പിശാച് പോകത്തില്ല. കൃപയും നിൽക്കുന്ന ശുശ്രൂഷയും നിൽക്കുന്ന വിശുദ്ധന്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തി അവിടെ നിൽക്കത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഏലിയ പ്രവാചകന്റെ മുൻപിൽ ഇതാ ശ്രേഷ്ഠ പ്രവാചക ശിഷ്യന്മാർ വന്നു. ബാലിന് മുട്ടുമടക്കാത്ത ആളുകൾ 7000-ഓളം ആളുകൾ ഉണ്ട്. അവര് വെട്ടാൻ തുടങ്ങി. ഒടുവിൽ ആ ഏലിയാവ് ശുശ്രൂഷ കഴിഞ്ഞു മടങ്ങി വരുന്നു. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു, വലിയ വൻമഴ പെയ്യുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത, ഏലിയാവിന്റെ തല എടുക്കാൻ പോകുന്ന വാർത്ത കേട്ട മാത്രയിൽ ഏലിയാവ് ക്ഷണത്തിൽ ഓടുന്നു. ആ ഓട്ടത്തിൽ തൻ്റെ ഉള്ളിൽ കത്തിയ വിഷയം, ഇനി എന്തിന് ജീവിക്കുന്നു, എന്തിന് കഴിയുന്നു, എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറയുമ്പോൾ ഒരു മർമ്മം പറയട്ടെ, അങ്ങനെ മരിക്കേണ്ടവനല്ല. ഒരു സ്ത്രീയുടെ ആരെങ്കിലും കയ്യിൽ കൂടെ ജീവൻ എടുത്തു കളയപ്പെടേണ്ട വ്യക്തിയല്ല. ഇവനെ കുറിച്ച് ദൈവം കണ്ടിട്ടുണ്ട്. ഇവന് വേണ്ടി ദൈവം ശ്രേഷ്ഠമായത് ഒരുക്കും. ഉടലോടുകൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം പ്ലാൻ തയ്യാറാക്കിയെങ്കിൽ ഒരു ദുഷ്ട സ്ത്രീയുടെ അംഗരക്ഷയിലൂടെ അവരെ വധിക്കാൻ ആർക്കും കഴിയത്തില്ല. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഇവന് പകരം ചിലരെ അഭിഷേകം ചെയ്യാനുണ്ട്. ഈ വലിയ ശുശ്രൂഷയുടെ മർമ്മം മറുഭാഗത്ത് ഒളിഞ്ഞു കിടക്കുമ്പോൾ ഇതൊന്നും അറിയാതാണ് ഏലിയ പറയുന്നത്, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഏലിയാവന് അപ്പം കൊടുത്തു, തുരുത്തിലെ വെള്ളം കൊടുത്തു. 2ാം പ്രാവശ്യവും കൊടുത്തവനെ ദൂരയാത്രയ്ക്ക് അയക്കുന്നു. ഗുഹയ്ക്കകത്ത് നിരാശയുടെ വാക്കുകൾ പുലമ്പുന്ന ഏലിയാവിനെ വീണ്ടും തട്ടി ഉണർത്തുന്നു. അവന് പകരം എലീശയെ വേർതിരിക്കാൻ ഏലിയാവിനെ പുതപ്പെടുന്നു. ഏലിയാവും എലീശയും കൂടെ ഗിൽഗാൽ മുതൽ ബേഥേൽ, യെരിഹോവ്, യോർദാൻ ഈ ജംഗ്ഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ എല്ലാം പ്രവാചക ശിഷ്യന്മാരുണ്ട്. വായിച്ചാട്ടെ 2 ശമൂവേൽ 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുക്കപ്പെടുന്നതിന് മുമ്പ് ചില പ്രത്യേക സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ബേഥേലിൽ ചില പ്രവാചക ശിഷ്യന്മാരിപ്പുണ്ട്. അവർ ഏലീശയെ മടിപ്പിക്കുക. ഓർത്തോണം, പ്രവാചകന്മാരാണെങ്കിലും പ്രവാചക ശിഷ്യന്മാരാണെങ്കിലും മടിപ്പിക്കുന്ന വ്യക്തികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവർ പ്രവാചക ശിഷ്യന്മാരാ, പക്ഷേ ഇവിടെ ജോലി എന്താ? മടിപ്പിക്കുക. നിങ്ങൾ മടിപ്പിക്കുകയാണോ? വേണ്ട. നിങ്ങളുടെ ഇരിപ്പ് കണ്ടതിന് മടുത്തു പോകുന്നു. നിങ്ങളുടെ കയ്യടിയും ഇരിപ്പഭാവം കണ്ടാൽ ഉള്ളവർ പോലും അടുത്തു പോകും. പണ്ടൊരു സഭയിലെ ജൂൻ ജനറേഷനിൽ പോയി അഭിഷേകത്തെ നിറയപ്പെട്ട 3 കുടുംബം വന്നു. 3 കുടുംബം വന്ന് സഭയിൽ ആരാധിക്കാൻ തുടങ്ങി. പഴയ സഭയാണ്. ഇവർ അന്യഭാഷയിൽ പാടി ആരാധിച്ചപ്പോൾ പല മൂപ്പന്മാരെല്ലാം കൂടെ തിരിഞ്ഞു നോക്കി, ആരാണ് നമ്മുടെ സഭയിൽ അന്യഭാഷ പറയുന്നു? എല്ലാവരും തിരിഞ്ഞു നോക്കി. അവർക്ക് അഭിഷേകം സമയം കഴിഞ്ഞു പോയി. അടുത്ത ആഴ്ച ഇവർ വന്നു. അതിനേക്കാൾ ശക്തിയോടെ മൂപ്പന്മാരെല്ലാം കൂടി ഇവർ നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ട. ഇവരുടെ കയ്യടിയും ആരാധനയും മറുഭാഷയും
നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുന്നു, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആഴ്ച വന്നപ്പോൾ ഒന്നുകൂടെ ശക്തമായ ഭാഷയിൽ മൂപ്പന്മാര് പറഞ്ഞു, നമുക്കിവരെ ഏതെങ്കിലും സഭയിലേക്ക് വിടാം, ഇവരെ വേണ്ടെന്ന്. അതിലൊരു മൂപ്പനപ്പം പറഞ്ഞു, സഹോദരന്മാരെ, അവർ ആരാധിക്കാൻ വന്നതല്ലേ, നമ്മുടെ ആരാധന ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ വന്നത്, നമ്മുടെ കൂടെ ഇരിക്കട്ടെ. നമ്മുടെ കൂടെ 3 മാസം ഇരിക്കുമ്പോൾ അവര് നമ്മളെപ്പോലാകുമെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ജീവൻ പ്രാപിച്ചവർ ഇവിടെ വരുമ്പോൾ ഉള്ള ജീവൻ പോകരുത്. നിന്റെ ഇരിപ്പും ആ തലക്കനും കണ്ടിട്ട് ആരിവിടുന്ന് പോകരുത്, വന്ന വേഗത്തിൽ പോകരുത്. വരുന്നവരെ നീ ഉൾക്കൊള്ളണം. ആര് വന്നാലും എല്ലാവർക്കും കൈ കൊടുത്ത് വേണം പോകാൻ. ചില എല്ലാവർക്കും കൈ കൊടുക്കത്തില്ല, എന്തൊരു കട്ടം വന്ന് വീണ പോലെ. എല്ലാവർക്കും കൈ കൊടുക്കണം, എല്ലാവർക്കും കൈ കൊടുത്ത് സ്തോത്രം പറഞ്ഞ് വിടണം. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്, ആരും വലുതില്ല. എല്ലാവരെ സേറ്റെന്ന് എണ്ണണം, എല്ലാവരെ ബഹുമാനിക്കണം, എല്ലാവരെ ഉൾക്കൊള്ളണം. അങ്ങനെ താല്പര്യമുള്ളവർ ഒന്ന് കൈ ഉയർത്തിയാട്ട്, കൈ താക്കരുത്, കൈ ഉയർത്തിയാട്ട്. ഇതൊരു വ്യത്യസ്ത ചർച്ചയാണെന്നുള്ള കാര്യം മറക്കരുത്. ക്രൈസ്തവരുടെ പാരമ്പര്യത്തിന് ഇവിടെ അവസരമില്ല. പഴക്കം ഈ സഭയ്ക്ക് വേണ്ട, ഇവിടെ പുതുക്കമാണ് വേണ്ടത്. കാൺമീന്ന ദൈവത്തിന്റെ മക്കൾ വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് തന്നത്. ഈ സമയത്ത് ദൈവത്തിന്റെ ദാസനെ ദൈവ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടും രംഗം ഞാൻ കഴിഞ്ഞ ദിവസവും വായിച്ചപ്പോൾ ഏലിയാവിന് പകരം എലീശയെ ആ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. ഇന്ന് രാത്രിയിൽ നിരാശയുടെ വാക്ക് പറഞ്ഞ് ജീവൻ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ട് ദൈവം എന്തെല്ലാം ചെയ്യിപ്പിച്ചു. ഈ രാജ്യത്ത് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്. സമയത്തിന് മുമ്പ് നീ ഓടിപ്പോകരുത്. സമയമാകുമ്പോൾ നിന്റെ കാര്യം ദൈവം ഏറ്റെടുത്ത് ചെയ്യും. എല്ലാവരും കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. നിരാശയുടെ വാക്കുകൾ പറയരുത്. എനിക്കാര്യമില്ല, എനിക്ക് കഴിവില്ല. നിനക്ക് വേണ്ടതെല്ലാം ദൈവം തന്ന് നിന്നെ പോഷിപ്പിച്ച് ദൈവം അയക്കും. മൂന്നാമത്തെ വിഷയം സംഖ്യ പുസ്തകം 11, 14, 15 വാക്യങ്ങൾ. സംഖ്യ ഏകനായി ഈ സർവ്വജനത്തെയും വഹിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന്. മതി. അതിന് 11-1 വാക്യം വായിച്ചാട്ടെ. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവ കേട്ടു. ആ പദം ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. മതി. യഹോവ കേട്ടു. എന്താണ് യഹോവ കേട്ടത്? വായിച്ചാട്ടെ 1 വാക്യം. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. പിറുപിറുത്തത് ആര് കേട്ടു? പറഞ്ഞാട്ടെ. നീ വീട്ടിൽ ഇരുന്ന് പിറുപിറുത്തത്, വണ്ടിയിൽ പോയപ്പോ പിറുപിറുത്തത് ആര് കേട്ടു? പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം എടുത്താട്ടെ. രണ്ടാം വാക്യം വായിച്ചാട്ടെ. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. യഹോവ അത് കുറ്റം പറയുന്നത് യഹോവ കേട്ടു. 1 പിറുപിറുത്തത് യഹോവ കേട്ടു. 2 കുറ്റം പറയുന്നത് ആര് കേട്ടു? ഇനി മലാക്കിയുടെ പുസ്തകം എടുത്താണ്. മലാക്കി 3-ാം അധ്യായം 14-ാം വാക്യം. 16 വായിച്ചാട്ടെ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇന്ന് രാത്രിയിൽ എന്താണ് ഇവര് സംസാരിച്ചത്? ഇവർ പറയുന്നത് ഞങ്ങൾ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തത് വ്യർത്ഥം, അവന് കാര്യം നോക്കിയതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു കാര്യം പറയാം. നീ ഈ സഭയോട് ബന്ധപ്പെട്ട് നിന്ന്
നിനക്കൊരു പക്ഷേ തിത്യനുഭവങ്ങൾ വന്നേക്കാം, ഏതെങ്കിലും സൈഡിൽ പോരാട്ടം വന്നേക്കാം. ഭാരപ്പെടേണ്ട. നിന്റെ കാര്യവും വ്യവഹാരവും തീർക്കുന്ന ഒരുവൻ ഈ ഹോളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിൽ ഒരു വലിയ വിടുതലിന്റെ ക്രിയ ദൈവം ചെയ്യും. ഈ ആഴ്ചയിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ വെളിപ്പെടാൻ പോകുകയാണ്. നീ വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചാൽ മതി. അവർ ചോദിച്ച ചോദ്യമാണ്. എന്തൊക്കെയാണ് ചോദിച്ചത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. മലാക്കിയുടെ പുസ്തകത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവർ പരാതിയുടെ നിരാശയുടെ വാക്കുകൾ പറയുന്നത്. ഇതാര് കേട്ടു? അടുത്തത്, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. സാധാരണ ആർക്കറിയില്ല യഹോവ ഭക്തന്മാർ പറഞ്ഞത്. അത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഒന്ന്, പ്രവൃത്തത് യഹോവ കേട്ടു. 2, മോശയ്ക്കെതിരെ അഹരോനും മിര്യാവും കൂടെ കുറ്റം പറയുന്നത് ആര് കേട്ടു? ഒരാവശ്യത്തിന് നേരെ ഒരു വ്യക്തി പോലും കുറ്റം പറയരുത്. 3, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് പ്രയോജനമില്ല, വെറുതെയാണ് പോയെന്ന് പറഞ്ഞവർ കുറ്റം പറയുമ്പോൾ യഹോവ അതും കേട്ടു. ഇന്ന് രാത്രിയിൽ മോശയുടെ വിഷയത്തിലേക്ക് വേഗം വരട്ടെ. മോശയ്ക്ക് സഹിക്കാൻ വയ്യാത്ത പ്രവൃത്തികളും ആ പ്രവൃത്തിന് മുമ്പിൽ ദൈവത്തിന് തീയിറങ്ങി ഒരു വലിയ കൂട്ടത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിനെ 4-ാം വാക്യം ഒന്ന് വായിച്ച 11 സംഖ്യാപുസ്തകം 11:4 വായിച്ചാട്ടെ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്നുവാൻ ഇറച്ചി ആര് തരും? ഒരു വലിയ സംഭവം കഴിഞ്ഞ് മണിക്കൂറാകുന്നതിന് മുമ്പ് വീണ്ടും പ്രശ്നം ഉദിക്കുക. ഇവിടെ അടുത്ത പ്രശ്നം ഇറച്ചിയ, അടുത്ത പ്രശ്നം ആഹാരമാണ്. ആ പ്രശ്നത്തിന് നടുവിൽ അവർക്ക് ദൈവം മന്ന കൊടുത്തു. മന്ന എപ്പോഴാ കൊടുക്കണം? രാവിലെ മന്ന പെയ്യും, വെളുപ്പിന് രാത്രി തന്നെ പെയ്യും. അത് നശിച്ചു പോകാതിരിപ്പോൾ മഞ്ഞിനാൽ മൂടപ്പെട്ടു. മഞ്ഞുരുകി കഴിയുമ്പോൾ മന്ന തെളിയുക. മന്ന വാരുകയല്ല. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൃപ പ്രാപിക്കണമെങ്കിൽ കൈയടിക്കണം, പാടണം, സ്തോത്രം പറയണം, ജഡത്തെ മരിപ്പിക്കണം. ചിലതിനെയൊക്കെ ക്രമീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ചിലത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറയുന്നത് മോശയ്ക്ക് സഹിക്കാൻ വയ്യാത്ത തരത്തിലുള്ള വാക്കുകൾ. മോശ പറയുന്നു, ഞാനിവരെ പ്രസവിച്ചുവോ, ഞാനവരെ ഗർഭം ധരിച്ചുവോ? സഹിക്കാൻ വയ്യാത്ത 30,00,000 ജനത്തിന്റെ നടുവിൽ എങ്ങനെ മോശ ഇവരെ നയിക്കും? 50 പേരുള്ള സഭയെ ഭരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ 30,00,000 ജനത്തെ ഒരു നേതാവിനെ കൊണ്ട് എങ്ങനെ സാധിക്കും? ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കും. ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ദേശം കാണത്തക്ക തരത്തിൽ ദൈവദേശത്തിന്റെ മോളിൽ അത് മറയായി നിൽക്കുകയാണ്. ആ തേസിന്റെ മറവിൽ നിന്നാണ് ഈ പുൽപ്പിറ്റ് നിന്നുകൊണ്ട് എളിയവൻ ശുശ്രൂഷിക്കുന്നത്. ആ തേസ് ഇവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമീപത്തെ ആ തേജസ് ഓളം വെട്ടുന്നുണ്ട്. ആ തേജസ് അനുഭവിക്കുന്നവർക്ക് അലക്ഷ്യമായി ഇരിക്കാനോ ഉറങ്ങാനോ മൗനമായി ഇരിക്കാനോ കഴിയയില്ല. ആ തേജസ് അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, വാ തുറന്ന് സ്തുതിച്ചാട്ടെ ദൈവമക്കൾ. ഹല്ലേലൂയ. ആ മോശയ്ക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മോശ പറയുകയാണ്, എൻ്റെ ജീവനെ 15-ാം വാക്യം വായിച്ചാട്ടെ. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. ദൈവത്തോട് പറയും, എന്നെ കൊന്നുകളയണമേ. ഞാൻ ചോദിക്കട്ടെ, മോശ പറയും എന്നെ കൊന്നുകളയണമേ. ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവനെ കൊല്ലാൻ അന്നത്തെ ഫറവോൻ ശക്തി രംഗത്ത് വന്നതാണ്. അവനെ അവിടുന്ന് വിടുവിച്ച് 40 വർഷം കൊട്ടാരത്തിൽ പാർപ്പിച്ച് 40 വർഷം മരുഭൂമിയിൽ പാർപ്പിച്ച്
ശുശ്രൂഷയ്ക്കായി ഇറക്കിയ ദൈവത്തെ മറന്ന് മോശ പറയുകയാണ്, എന്നെ കൊന്നുകളയണമേ. ആ മോശയെ ദൈവം 40 വർഷം ഇസ്രായേലിനെ പരിപാലിച്ചു. ഇവൻ വിക്കനായിരുന്നു, പക്ഷെ വിക്ക് അവർക്ക് തടസ്സമായി കണ്ടേയില്ല. അന്ന് മോശയെ വേർതിക്കുമ്പോൾ മോശ പറയുന്ന പരാതിയം, തടിച്ച നാവുള്ളവൻ വിക്കൻ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ദൈവം പറഞ്ഞത് നിന്റെ വിക്ക് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞില്ല. ദൈവം പറഞ്ഞത് അകരം നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. ഈ ദൂത് അവൻ ഏറ്റെടുത്തു. ഇസ്രായേൽ ജനത്തോട് നടുവിൽ എത്രയോ ദിവസങ്ങൾ സംസാരിച്ചിട്ട് ആരും പറഞ്ഞില്ല, മോശയെ അങ്ങോട്ട് വിക്ക് ഞങ്ങൾ തടസ്സമാണെന്ന് പറഞ്ഞില്ല. ഇവൻ അറിയാതെ അവന് വിക്ക് ദൈവം മാറ്റി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നീ അറിയാത്ത ചില രോഗബന്ധനം ഈ രാത്രി അഴിഞ്ഞു മാറുകയാ. നിന്റെ നടുവിനെ ചുറ്റിയ, നെഞ്ചിനെ ചുറ്റിച്ച രോഗാത്മാവ് ഇപ്പോൾ തന്നെ അത് അഴിഞ്ഞു മാറി, അത് ഉരുകി മാറി. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? യെസ് 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 യെസ്. ഊടാ മാന സൈദ ജാന. മോശയുടെ ജീവിതത്തിൽ മോശയെ കല്ലെറിയവരെ പ്ലാൻ ഇട്ടവർ, ആ മോശ 100 വയസ്സ് വരെ ജീവിച്ചു. കണ്ണും മങ്ങാതെയും ദേഹബലം ക്ഷയിച്ചു പോകാതെയും മോശയെ ദൈവം പരിപാലിച്ചുവെങ്കിൽ എന്നെ കൊന്നുകളയണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് കെഞ്ചിയ മനുഷ്യനെ ദൈവം കൈവിട്ടില്ല. അവന്റെ ആയുസിന്റെ അവസാന മണിക്കൂർ വരെ ദേഹബലം ക്ഷയിക്കാതെ കണ്ണും മങ്ങാതെ പരിപാലിച്ച ദൈവം ഇന്ന് രാത്രി ദൈവസഭയോട് പറയട്ടെ, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ആദരിക്കും, ദൈവം നിന്നെ ഉയർത്തും. ഈ സ്ഥിതിയെല്ലാം മാറും, ഈ അവസ്ഥയെല്ലാം മാറും. നിന്റെ കുഞ്ഞിന്റെ അവസ്ഥക്കെല്ലാം ദൈവം വലിയ മാറ്റം വരുത്തും. വിശ്വസിക്കുന്നവർ അച്യുതത്തെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന് സ്തുതിക്ക്. ഇല്ല, നിങ്ങൾ വാ തുറന്നില്ല, തൊണ്ട തുറന്ന് സ്തുതിച്ചാട്ടെ. ഇതുപോലെ വേണം ദൈവങ്ങൾ സ്തുതിക്കാൻ. ഏറ്റവും മാക്സിമം സ്തുതിച്ചാൽ ഇപ്പൊ തന്നെ ചില രോഗങ്ങൾ പാടെ മാറി, വലിയ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും മീറ്റിംഗ് ആയിരുന്നു. എത്രയോ എല്ലാ ദിവസവും അടുപ്പിച്ചടുപ്പിച്ച് പ്രസംഗം, ശബ്ദമെല്ലാം പോയിരിക്കുകയായിരുന്നു. ഇതിവിടെ ഇരുന്നപ്പോൾ തന്നെ ഞരങ്ങിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത. എഴുന്നേൽക്കുമ്പോൾ ശബ്ദം തരണമേ. ദൈവം കൈവിടത്തില്ല. നല്ല ആത്മനിറവിലാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവദാസന്മാർ പലതും പറഞ്ഞു പോയാലും ദൈവത്തെ കണക്കിടാതെ ദൈവം അവർക്ക് വേണ്ടി വലിയവ ചെയ്തെങ്കിൽ, യാക്കോബിന് വേണ്ടി വലിയവ ചെയ്തെങ്കിൽ, മോശയ്ക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തെങ്കിൽ, ഏലിയാവിന് വേണ്ടി വലിയവ ചെയ്തെങ്കിൽ, 4-ാമത്തെ വിഷയം വായിച്ച് അവസാനിപ്പിക്കാം. 1 ശമൂവേൽ 27:1-2 വാക്യം. കയ്യാൽ നശിക്കുകയുള്ളൂ. ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോവുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഒരു നാൾ ഞാൻ മരിക്കും, ഞാനും മരണവും തമ്മിൽ ഒരടി അകലം. ഇതാരാ പറഞ്ഞത്? ഒരു വലിയ മനുഷ്യൻ. ശൗലിന്റെ പ്രവൃത്തി നിമിത്തം ദാവീദ് ചിന്തിച്ചു പോയി. അങ്ങനെ ദാവീദ് ശൗലിന്റെ കുന്തമുനയിൽ വീണ് ജീവിതം അവസാനിക്കാനുള്ള വ്യക്തിയല്ല. ദൈവം അവനെ മാനിച്ചു, സിംഹാസനം നൽകി. വളരെ പ്രായത്തിൽ ദൈവം അവനെ ഭൂമിയിൽ നിന്ന് എടുത്തു. ഇന്ന് രാത്രി എല്ലാവരും തലമുടക്കാം, കണ്ണുകൾ അടയ്ക്കാം. സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ അഭിഷേകത്തിനെ ദൈവം കൈവിടാതെ അവിടെ അവസാനം വരെ ദൈവം വരെ മാനിച്ചതുപോലെ യേശു കർത്താവിന്റെ വരവ് താമസിച്ചാൽ
ദൈവം നിന്റെ സ്ഥിതി മാറ്റും. നല്ല പാർപ്പിടം ദൈവം ഒരുക്കും, നല്ല സംവിധാനം ദൈവം ഒരുക്കും. നിന്റെ സ്ഥിതിക്കെല്ലാം ദൈവം ഭേദം വരുത്തും. ഈ സഭാ ഹോളിൽ നീ സാക്ഷ്യം പറയാൻ പോവുകയാണ്. ഈ വാസം തീരുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. എല്ലാവരും ഒരു നിമിഷം കരഞ്ഞു പ്രാർത്ഥിച്ചാണ്. കുഞ്ഞുങ്ങളെല്ലാം മുട്ടുമേരുമാണ്. കുഞ്ഞുങ്ങളെല്ലാം മുട്ടുമേലിരിക്കുകയാണ്. മുഴങ്കാൽ ഇരിക്കാവുന്നവരെല്ലാം മുഴങ്കാൽ ഇരുന്നാട്ട് ഒരടി പാട്ട് പാടി നാം ആരാധിക്കുന്ന സമയമാണ്. എല്ലാവരും ചേർന്ന് കരമടിച്ച് അല്പസമയം ആരാധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തീ കത്തിക്ക സ്വർഗരാജാവേ, തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള സകലത്തെ യാഗമായി അർപ്പണം ചെയ്യുന്നു. ആ കോറസ് മാത്രം മതി, മറ്റാരും പാടണ്ട. നമുക്ക് കൈയടിച്ച്, നന്നായി കൈയടിച്ച് ഉച്ചത്തിൽ പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. മാത്രമായി ഭാര്യയുടെ സകലത്തെയോ യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക എന്നെയും എനിക്കുള്ള സകലത്തെയോ യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയോ യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക